40 നാൾ ഉപവസിച്ചിടവേ നീ താൽപര്യത്തോടടുത്തു വൈരിയായോ ഉത്തമം പ്രലോഭനത്തിനൊട്ടുമേ വാടിപ്പെടാതെ നിത്യയാല ഘോര വൈരിയെ തോൽപ്പിച്ചോരു സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തും. അവിടെ ശ്രദ്ധിക്കുക, മത്തായി പറഞ്ഞത് 40 കഴിഞ്ഞപ്പോൾ വന്നു. ലൂക്കോസ് പറഞ്ഞ് 40 ദിവസവും പരീക്ഷകനുണ്ടായിരുന്നു. അതെന്തോ പരീക്ഷ? അന്ന് മർക്കോസ് ഒരു സൂചന തരുന്നു. അവിടുന്ന് 40 ദിവസവും കാട്ടുമൃഗങ്ങളോടുകൂടെ, ഈ കാട്ടുമൃഗങ്ങളോടുകൂടെ 40 ദിവസം എന്ന് പറഞ്ഞ ആന, കരടി, പുലി, കടുവ ഇത്യാദി ഹിംസ ജന്തുക്കളുമായിട്ട് കർത്താവ് ഫാസ്റ്റിംഗ് പ്രയർ നടത്തിയെന്നല്ല. അല്ല, തന്നെയുമല്ല, കർത്താവ് ഉപവസിച്ച ആ സ്ഥലത്ത് ഇത്യാദി വന്യമൃഗങ്ങളെല്ലാം മറ്റുമില്ല. പണ്ടൊരു പാട്ടുണ്ടായിരുന്ന കാട്ടാന, കരടി, പുലി, ചെന്നായി, കാട്ടുപോത്ത്, കരിമ്പുലിക്കൂട്ടം. അതിന് കൈയടിക്കരുത്, വേറെ പാട്ടാ, വ്യായി കയറും. താളം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കയറി. അപ്പൊ ഈ 40 ദിവസവും അവിടുന്ന് കാട്ടുമൃഗങ്ങളോടുകൂടെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആന, കരടി, പുലി, കടുവ, കുറുക്കന്, ഇങ്ങനെയുള്ള ജീവികളുമായിട്ടല്ലേ, മൃഗങ്ങളുമായിട്ട് ഉപവസിച്ച നല്ല അർത്ഥം. ഒന്നുകൂടെ വേദപുസ്തകത്തോട് യോജിച്ച് പറഞ്ഞാൽ ഈ 40 ദിവസവും മൃഗീയമായ പല വിഷയങ്ങളാണ് വന്നത്. ഇനി ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഈ മൃഗത്തിൻ്റെ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. സ്ഥലവും ഒന്നും ഞാൻ പറയത്തില്ല. ഒരാളെ പറ്റി പറഞ്ഞ് പുള്ളിയെ അറിയാമോ ഞാൻ പറഞ്ഞില്ല. അതാണ് കാളക്കുഞ്ഞുഞ്ഞു. പേരിട്ടതാ. ഈ സ്വഭാവവും രീതിയും സംസാരം അനുസരിച്ച് പേരിടും. ഒരിക്കലൊരു സഭയിൽ ചെന്നപ്പോൾ പൊണ്ണിനോട് അഖിലാണ്ടൻ തങ്കച്ചൻ പ്രാർത്ഥിക്കുമെന്ന്. പുള്ളിയുടെ അഖിലാണ്ടൻ തങ്കച്ചൻ. അപ്പം ഞാൻ ചോദിച്ചാൽ ആ പുള്ളി എപ്പോൾ പ്രാർത്ഥിച്ചാലും അഖിലാണ്ടങ്ങളുടെ ഉടയവനായ, അതിന് PIP പിള്ളേരിട്ട് കൊടുത്ത പേരാണ് അഖിലാണ്ടൻ തങ്കച്ചൻ. എങ്ങനെയുണ്ട്? അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. റാന്നിയിലുണ്ടായിരുന്നു അണ്ടകടാകം ബേബി. ഏത് പ്രാർത്ഥനയ്ക്കകത്തും പുള്ളി അണ്ടകടാകങ്ങളെ ഒരു പാചകം കയറ്റും പുള്ളി. അങ്ങനെ ഒത്തിരിയുണ്ട്. അപ്പം ഈ 40 ദിവസവും എന്നാ മോനെ നിങ്ങൾ പറയും, ഇവിടെ ഉണ്ടോ ആരേലും? അവർ രണ്ടുപേരുടെ പറഞ്ഞു. എന്തോ പറഞ്ഞു? ആ യോഗം കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്നാ. അപ്പോൾ 40 ദിവസവും കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നുവെന്ന് പറഞ്ഞാൽ അതിനൊരു ആശയം വചനത്തോട് ബന്ധപ്പെട്ട മൃഗീയമായ പല വിഷയങ്ങൾ അല്ല. ഒന്നുകൂടെ തെളിക്ക, മൃഗസ്വഭാവമുള്ള വിഷയങ്ങൾ. നിങ്ങൾ വേറെ പുസ്തകം പഠിച്ചാൽ ചില വ്യക്തികളെയൊക്കെ മൃഗത്തോട് തുല്യപ്പെടുത്തിയല്ലേ പറഞ്ഞത്? 40 ദിവസവും കാട്ടുമൃഗത്തോട് കൂടെ എന്ന് പറഞ്ഞ മൃഗസ്വഭാവമുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. മിക്ക സഭയിലും ഉണ്ട്, നെല്ലിക്കുന്നത്തും ഉണ്ട്. ചില പാസ്റ്റർമാർ പറയും ഇവിടുത്തെ കാര്യമല്ല, ഞാൻ അവിടുത്തെ ഒന്നുമില്ല, ഇവിടല്ലേ ഇപ്പം വന്നേക്കുന്നേ, എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇപ്പൊ ഇങ്ങനെ 21 ദിവസം 20 ദിവസം അമ്മി ഇരിക്കുന്നെങ്കിൽ ചിലതൊക്കെ മൃഗത്തിന്റെ സ്വഭാവമാണ്. പിന്നെ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് 10 മുതൽ 1 മണി വരെ ശല്യമില്ല, വൈകിട്ട് 7 മുതൽ 9 വരെ ഇല്ല. അത് കഴിയുമ്പോൾ പയ്യ ഇനി 21 കഴിഞ്ഞാൽ നാളെ ഒന്ന് കമ്മിറ്റിക്ക് കുടിക്കുക, അന്നേരം തനി സ്വഭാവം
മൃഗീയ സ്വഭാവം. അല്ല, ചില വ്യക്തികളെ അങ്ങനല്ലേ പരാമർശിച്ചത്. 8-ാം വാക്യം വായിച്ച് തിമോത്തിച്ചായ ഉൽപ്പത്തി 49:8 വായിരു. മൈക്കെല്ലാം നെഞ്ചാ തണക്കി വെച്ചേക്കാന്നല്ലോ. കൊള്ളാം, നന്നായിരിക്കുന്നു. യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. വായിക്കൂ, താഴോട്ട് വായിച്ചു. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇരിക്കും. പിന്നെ അപ്പന്റെ മക്കൾ നിന് മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം. അപ്പൊ യഹൂദയ്ക്ക് സിംഹ പ്രകൃതിയാ, സിംഹ സ്വഭാവമാ. എന്തുവാ സിംഹത്തിന്റെ പ്രകൃതി? അത് ഒത്തിരി ഉണ്ട്. 2 കാര്യം പറയാം. സിംഹത്തിന്റെ ഒരു പ്രകൃതി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഏര കിട്ടിയില്ലെങ്കിൽ മുരടും. നമ്മുടെ സഭയിലുമൊക്കെ ചില ആൾക്കാരില്ലേ, ചിലരെ നമ്മൾ വിശേഷമായിട്ട് വിളിക്കും, വചനം ഒന്നും പറഞ്ഞില്ലേ അവിടെ നിന്ന് മുരടും. അത് പാസ്റ്റർക്ക് അറിയാം. ശുശ്രൂഷകന്മാർക്കറിയാം. ജോർജമ്പയ്യ അടഞ്ഞിരിക്കുക മിക്കവാറും. 2, സിംഹത്തിൻ്റെ ഒരു പ്രകൃതി നിങ്ങൾ ശ്രദ്ധിച്ചോണം. എലിയെ പിടിക്കാനാന്നേലും പുലിയെ പിടിക്കാനാന്നേലും സർവശക്തിയോടാ ചാടുന്നത്. എലിയെ പിടിക്കാനാന്നേലും പുലിയെ പിടിക്കാനാന്നേലും ഇതാ സിംഹത്തിന്റെ പ്രകൃതി. എലിയ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ചെറിയ യോഗമാന്നേലും വലിയ യോഗമാന്നേലും നീ ദൈവത്തെ ആരാധിക്കണം. കോട്ടേജ് മീറ്റിംഗ് ആന്നേലും കൺവെൻഷൻ ആന്നേലും ഉപവാസമാന്നേലും ആള് കൂടുതലുണ്ടെങ്കിലും ആള് കുറവാന്നേലും നീ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് മഹത്വം. ചിലർക്ക് ആരാധന വെളിപ്പെടണമെങ്കിൽ വലിയ സിസ്റ്റം വേണം, വലിയ ആൾക്കാർ വേണം. കെട്ടിയ പാട്ടുകാർ പുള്ളിയൊന്നും പാടിയ കേൾക്കുകയല്ലേ ചിലര്. ഇപ്പോഴാണെങ്കിൽ കുറേ പാട്ടുകാർ കുറേ പേരുണ്ട്, ആകെ 2 പാട്ടേ ഉള്ളൂ. 2 പാട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഇത് മരണ വീട്ടിലും 2 പാട്ട്, പിന്നെ കല്യാണത്തിനും ഈ 2 പാട്ട്, പിന്നെ കുഞ്ഞിനെ പുറത്തിട്ടിരിക്കുന്നിടത്ത് ഈ 2 പാട്ട്, സഭായോഗത്തിനും ഈ 2 പാട്ട്. കേൾക്കുന്ന എനിക്കറിയത്തില്ല. ഈ 2 പാട്ട് പാടാൻ ഇവന്മാരെ വിളിച്ചാൽ 25,000 30,000 ആ റേറ്റ് എന്ന് കേൾക്കുന്നു. എനിക്കറിയത്തില്ല, കാരണം ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഇവരെ പോലുള്ളവർ നിന്ന് പാടി. ഇപ്പൊ എത്ര പാട്ട് പാടി? ഇന്ന് ഒരു 5-6 പാട്ട് പാടിയില്ലേ? എന്നാ ഒരു സങ്കടം. സ്തോത്രം. മറ്റവരൊക്കെ തുക പറഞ്ഞ് ഒക്കുക. അല്ല, നമ്മുടെ പിള്ളേർക്കും ഇപ്പൊ അവര് മതി. ഞാൻ മുമ്പേ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ വരിക. ആ പഴയ പാട്ട് പാടി എല്ലാവരും കൂടെ ചേർന്നൊന്ന് കൈയടിച്ച് ആരാധിച്ച് അന്തരീക്ഷം അന്നേരം മാറും. അതിനകത്ത് ജീവനാ, ദൈവത്തിന്റെ മഹത്വം. പാട്ട് പാടുന്നതിന് ഞാനെതിരൊന്നുമല്ല. ദൈവത്തിന് ഇപ്പം ഇതെല്ലാം വലിയ ബിസിനസ്സാണ്. ഇത്ര റേറ്റ്, അത് സമയമാകുമ്പോൾ ഇങ്ങോട്ട് വരും, 2 പാട്ട് പാടും. എന്നതാണ് എനിക്ക്. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് ഉണർവുണ്ടാക്കും. ഇതെല്ലാം കൂടെ വെച്ച് അങ്ങോട്ട് അരപ്പിച്ചും. പിന്നെ ഇവർ ആക്ഷനുണ്ട്. വെറുതെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാകും. അതിന് പരിശുദ്ധാത്മാവ് ആ വിഷയത്തിൽ ഇടപെടണ്ട. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് നമ്മൾ സാമാന്യ ബുദ്ധിയില്ല. ഇത് വെറുതെ പുറംപൂച്ച, ഇത് ചുമ്മാതാ. നിങ്ങൾക്കൊരു സങ്കടം പോലെ. ഇത് അകത്തിൽ നിന്ന് വരുന്നതും അനുഭവത്തിൽ നിന്ന് വരുന്നതും രുചിച്ച് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ട്. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ല, എനിക്കൊന്നും വിഷയമല്ല. സ്തോത്രം. അവിടെ വിഷയത്തിൽ വരാം. ദൈവത്തിന് മഹത്വം. അപ്പൊ യഹൂദയെ പരാമർശിക്കുന്നത് ഇവൻ ബാലസിംഹമാ, സിംഹ പ്രകൃതിയാണ്.
തിമോഥെയോസ് 49:17 ഒന്ന് വായിച്ച്. ദാൻ വഴിയിൽ ഒരു പാമ്പും. ദാൻ വഴിയിൽ പാമ്പ്. ദാൻ വഴിയിൽ പാമ്പാ. പാതയിൽ ഒരു മതി. ദാനിനെ പറ്റി പറയും. ഇവൻ വഴിയിൽ പാമ്പ്. ഇവൻ സഭയ്ക്കകത്തും പാമ്പാ. ഞായറാഴ്ച വന്ന് ഇവനൊരു സീറ്റുണ്ട്, പമ്മി അവിടെ തറ കൂടി ഇരിക്കും. വലിയ ശല്യമൊന്നുമില്ല. എപ്പോഴായാലും ഇവനെയും പെമ്പളെയും പിള്ളേരെയും പരാമർശിക്കുന്ന വിഷയം വല്ലോ പ്രസംഗത്ത് വന്നാൽ ചീറ്റും. ഒക്കുന്നെങ്കിൽ ഒരു കൊത്തും. പാമ്പാ. സ്തോത്രം. ഞാനെപ്പോഴും പറയും, പാമ്പ് തന്നെ പല ടൈപ്പുണ്ട്. പണ്ട് പറഞ്ഞ പോലെ നീർക്കോലിയുണ്ട് സഭയ്ക്കകത്ത്. സഭയ്ക്കകത്ത് പാമ്പുണ്ട്. പത്രോസ് പറഞ്ഞല്ലോ, ശാന്തന്മാർക്ക് മാത്രമല്ല അവൻ മൂർഖനുണ്ട്. നീർക്കോലിയുണ്ട്. നീർക്കോലി ഇങ്ങനെ പൊളഞ്ഞു കിടക്കുന്നുള്ള, കടിക്കത്തില്ല. അഥവാ കടിച്ചാലും ഒരു ദിവസത്തെ അത്താഴം. അപ്പോൾ ഒരുത്തൻ നിർവഹിച്ച ഒരു നേരത്തെ യോഗമൊക്കെ മുടക്കാം. നീർക്കോലി വിചാരിച്ചാൽ. വേറെ ഒരിനമുണ്ട്, ചേര. വണ്ണവും നീളമുണ്ട്, പക്ഷെ കടിക്കത്തില്ല, കീറി ചുറ്റും. അപ്പം ഇനം അറിയാമെങ്കിൽ നമ്മൾ മൗനമായിട്ട് നിന്നാൽ മതി. അതുപോലെ തന്നെ അഴിഞ്ഞങ്ങ് ഇനം അറിയണം. പിന്നെ മുമ്പേ പറഞ്ഞ പോലെ മൂർഖനുണ്ട്. അത് അവനെ സംബന്ധിക്കുന്ന വിഷയം വരുമ്പോൾ ഉണ്ട്. പിന്നെ ഇവിടെങ്ങും അധികം കാണില്ല. വെമ്പാലയുണ്ട്. വെമ്പാല, രാജവെമ്പാല. അത് ഉപവാസത്തിൻ്റെ ഒടുവിലത്തെ ദിവസമേ വരുവുള്ളൂ. എപ്പോഴും ഇറങ്ങുകയല്ല. നാളെ വരും മിക്കവാറും വെമ്പാല. തീരുകല്ലേ. വന്ന് പ്രത്യേക കസേരയിൽ ഇരിപ്പൊക്കെ വന്ന് കാണണം. നല്ല നെടുപ്പമാ. ആട്ടെ, ഇപ്പം കാണാറില്ല. പണ്ട് ഒരു തരം ഇനം ഉണ്ടായിരുന്നു, വില്ലൂന്നി. കേട്ടിട്ടില്ലേ? വില്ലൂന്നി വാലയെ കുത്തി. അത് പാസ്റ്റർ പ്രസംഗിക്കുന്നതിനേക്കാളും ഡീപ്പായിട്ട് പറയും. പാസ്റ്ററുടെ മേളിൽ കൂടെ വില്ലൂന്നിയുണ്ട്. അപ്പം ഈ വില്ലൂന്നിയൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് ഒതുങ്ങി കൊടുക്കും. എങ്ങനെയും ആയിക്കോട്ടെ. ഇവൻ നേരെ ചെന്ന് ഏതെങ്കിലും ഒരുത്ത നല്ല ചൂരവടിയായിട്ട് നിൽപ്പുണ്ട്. ഇങ്ങനെ ചെല്ലുമ്പം ഒരടി അടിച്ച് അവനിട്ടോളും. അപ്പം ഈ സഭയ്ക്കകത്ത് പൊളവനും ചേരയും അണലിയുണ്ട്. അണലി പല ടൈപ്പാ. ചേനത്തണ്ടനുണ്ട്. കടിച്ചാൽ ചാകത്തില്ല, പക്ഷെ ആണ്ടിൽ അവിടെ ഈ ആണ്ടിലാണ്ടി പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ആ അണലിയാ. ഒരുപാട് ഇയാൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ കേട്ടിട്ടില്ലേ? ഉടനെ പഴയ ആൾക്കാർ അതിൻ്റെ തലയെ കൊല്ലോ ഇവനിതായിരുന്നു. ഉടനെ പറയും, ഇവൻ വന്ന കാലം മുതലേ വർഷത്തിലൊരു വഴക്ക്. ഇതെല്ലാം അണലിയാ. അപ്പൊ പല ടൈപ്പ് ആൾക്കാരുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ ദൈവദാസന്മാർ, ഞാൻ പറയാറുണ്ട്, മുടക്കാനും അടിയന്തര കമ്മിറ്റി കൂടി ഒതുക്കാനും കേന്ദ്രത്തിൽ കൊണ്ട് കൊടുക്കാനും കേസിനും ഒന്നും പോകരുത്. പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള മൂർഖനും അണലിയും വെമ്പാലയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ എന്നാ വെച്ചാൽ പയ്യ മകുടി ഊതി ഇവനെ കോട്ടയ്ക്കകത്ത് അങ്ങനെ. ഇന്നിപ്പോൾ പ്രാവശ്യം 21 ദിവസം ആ മകുടി ഊതുന്നത്. ഇന്ന് ലാസ്റ്റ് ഊതാൻ എന്നെയും കൂടെ വിളിച്ചിരിക്കുക. അപ്പം 21 ദിവസമായിട്ട് മകുടി ഊതി മിക്കവാറും ഇന്ന് ഉച്ച കഴിഞ്ഞ് നിന്നെ കോട്ടയ്ക്കകത്ത് കയറ്റി ക്രമപ്പെടുത്തണം ദൈവത്തിൻ്റെ മഹത്വം. അപ്പം ഈ 40 ദിവസവും കാട്ടുമൃഗങ്ങളോടുകൂടെ എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളുമായിട്ട് ഉപവാസമെടുത്തെന്നല്ല, മൃഗീയ സ്വഭാവങ്ങൾ, മൃഗീയ വിഷയങ്ങൾ യേശു അഭിമുഖീകരിച്ചു.
യഹൂദയെ പറ്റി പറയുക ബാലസിംഹം, ദാനെ പറ്റി പറയുക വടിയിൽ പാമ്പും പാതയിൽ സർപ്പം, ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായ, ഇസഖാര് അസ്ഥിബലമുള്ള കഴുത, പിന്നെ ഒരാളാണ് മാൻപേട, ഏതാ നഫ്താലി സ്വതന്ത്രയായിട്ട് നടക്കുന്ന മാൻപേട. ഇസ്മയിലിനെ പറ്റി പറയാ കാട്ടുകഴുത, കഴുതയ്ക്കോ ബോധമില്ല, കാട്ടുകഴുതയാകുമ്പം പിന്നെ കാക്കാശിന് സ്തോത്രം. അപ്പോൾ ഇങ്ങനെ മൃഗീയമായ പല വിഷയങ്ങൾ എൻ്റെ പ്രിയരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും, അത് വീട്ടിൽ നിന്നാന്നേലും സഭയിൽ നിന്നാന്നേലും നാട്ടിൽ നിന്നാന്നേലും ഇങ്ങനെ മൃഗീയമായ പല വിഷയങ്ങൾ വരും. അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ചഞ്ചലിക്കരുത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ളതിനെയൊക്കെ ജയമെടുക്കാനാ. പ്രൈസ് ദി ലോർഡ്. പേർഷ്യയിൽ പോകാനും വിസ അടിച്ചു കിട്ടാനും വണ്ടി മേടിക്കാനും വീട് വെക്കാനും പെണ്ണിനെ കെട്ടിക്കാനൊന്നും അല്ല ഉപവാസം. അതൊക്കെ ദൈവം നടത്തി തന്നോളും. ഉപവസിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നിന്റെ ക്രിസ്തീയ ജീവിതത്തെ, ആത്മിക ജീവിതത്തെ, ശുശ്രൂഷ മണ്ഡലങ്ങളെ തകർക്കാൻ. അത് വീട്ടിനകത്താന്തേലും സഭയിൽ നിന്നാന്തേലും നാട്ടിൽ നിന്നാന്തേലും ചുറ്റുപാടിന് മൃഗീയമായ പല വിഷയങ്ങൾ പൊങ്ങി വരുമ്പോൾ അതിനെ കീഴ്പ്പെടുത്തുവാൻ, ജയിച്ചടക്കുവാൻ, അതിൻ്റെ മേൽ ജയമെടുക്കാനാ ഉപവാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള വിഷയങ്ങളെ ജയിക്കണം. അപ്പൊ യേശുക്രിസ്തു ഇതിനെല്ലാം ജയിച്ചു. അതാണ് നമ്മുടെ മാതൃക. ഈ 40 ദിവസം ഇതുപോലെ ഓരോ കേസാ വന്നേ. 40 ദിവസവും എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ എല്ലാം ക്രോഡീകരണം എന്ന നിലയിൽ ആ ഒടുവിൽ 40 കഴിഞ്ഞപ്പോൾ ഇവൻ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഉപവാസമല്ലേ? അതെ. 40 അല്ലയോ? അത് ഇവൻ നല്ല വിശപ്പുണ്ടല്ലയോ? യേശു പറഞ്ഞു വിശപ്പൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ഈ കല്ലുകളല്ല, ഞാനോ നിങ്ങളോ വരുന്ന ഉടനെ കല്ലിനായിട്ട് പ്രാർത്ഥിക്കും, കർത്താവെ കൂർത്ത മൂർത്ത കല്ലുകൾക്കായി സ്തോത്രം, അപ്പമാക്കുന്നതിൻ്റെ നാമത്തെ മകത്ത് പ്രയത്നം. ഓ, അപ്പം അങ്ങനെ ചില ശൈലികളുണ്ട് ഇല്ലേ? ഈ കല്ലുകളെല്ലാം അപ്പമായി തീരാൻ കൽപ്പിക്കാൻ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എനിക്ക് പാടാൻ പുള്ളി സഹായിക്കുന്നുമില്ല. ആരാ? തിമോത്തിച്ചാൻ പാടുവന്നോ? ആയിക്കോട്ടെ. പുള്ളി എല്ലാ കേസും എടുക്കും. അപ്പം ഒരു പഴയ പാട്ടുണ്ട്, സ്വർഗേ അപ്പം സ്വർഗേ അപ്പം സ്വർഗേ അപ്പം എനിക്കും തരേണമേ സ്വർഗേ അപ്പം സ്വർഗേ അപ്പം എനിക്കും തരേണമേ നിത്യ പാറ തൂറ നീട്ട് ജീവ നീർ നീ കൂടി അഗ്നി മേഘ തൂണു കൊണ്ടു പാദ കാണിക്ക സ്വർഗേ അപ്പം സ്വർഗേ അപ്പം എനിക്കും തരേണമേ
സ്വർഗേ അപ്പം സ്വർഗേ അപ്പം എനിക്കും വീണമേ എനിക്കും താരണമേ. നല്ല പാട്ടാണ്. ഞാനേ ഈ പാട്ട് പഠിച്ചത് ഒരിക്കൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലെ അടുത്ത് അമ്പലമുണ്ട്. അവിടെ വെളുപ്പിനെ നിർമ്മാല ദർശനം തൊഴും. എല്ലാ ഞായറാഴ്ചയും അക്കരെ ഒരു അമ്പലമുണ്ട്, ആറിനക്കരെ, പള്ളിയറക്കാവ്, ദേവസ്വം ബോർഡിൻ്റെയാണ്. എല്ലാ ഞായറാഴ്ച അവിടെ പോവും. അപ്പോൾ ഞായറാഴ്ച അവിടുത്തെ അമ്പലത്തിൽ പോയി ചടങ്ങെല്ലാം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ പ്രസാദവും കളപ്പക്കൂറിയൊക്കെ ഉണ്ട്. ഇതുപോലൊരു 2 മുണ്ട് ഉത്തരിയുമൊക്കെ ഉണ്ട്. ക്ഷേത്രത്തിനകത്ത് ഷർട്ടിടാനൊക്കത്തില്ല. അപ്പോൾ തിരിച്ച് ഞാൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഒരു 9:30 ആകും. തിരിച്ച് മിക്ക ചടങ്ങും കഴിഞ്ഞ കടത്ത് കയറി വരുമ്പം ഈ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ആറ്റുതിട്ടയിൽ ഒരു പള്ളിയുണ്ട്, CSI പള്ളി. എനിക്ക് ഈ പാട്ട് ഇഷ്ടമായതുകൊണ്ട്, ട്യൂണും സ്വരമൊന്നും നല്ലതല്ല, എന്നാലും പാട്ട് ഇഷ്ടമായതുകൊണ്ട് വലിയ താല്പര്യം കേൾക്കും. അപ്പം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ഈ പള്ളിയിൽ ഈ പാട്ട് അവരെല്ലാവരോട് ചേർന്ന് പാടും. ഇങ്ങനെയൊന്നും അല്ല പാടുന്നത്, അവർ നന്നായിട്ടാണ് പാടുന്നത്. അന്ന് പഠിച്ച പാട്ടാണ്. എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയ കാലത്ത് പഠിച്ചതാണ്. നീ ഇതിനകത്ത് 50 കൊല്ലമായി ഇരിപ്പ് തുടങ്ങിയിട്ട്. പണ്ടൊരാൾ പറഞ്ഞിട്ട് പാട്ടുപുസ്തകം ഇല്ലാഞ്ഞിട്ടാണോ, സിയോൻ കിതാബിൽ ഇറക്കാഞ്ഞിട്ടാണോ, പണ്ടൊരു തള്ള പറഞ്ഞിട്ടാ മലയ്ക്ക് പോകാഞ്ഞിട്ടാണോ, കടുവായില്ലാഞ്ഞിട്ടാണോ, അതാണ്ട് വന്ന് കുത്തിയിരിക്കുന്നു. അപ്പം ഞാനിത് അമ്പലത്തിൽ പോയ കാലത്ത് എല്ലാ വരി അറിയത്തില്ല, ട്യൂണും ചില പദങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അത് ഇരുന്നു. പിന്നെ കൃപ വന്നു കഴിഞ്ഞപ്പോൾ അത് തപ്പിയെടുത്ത്